السلام عليكم ورحمة الله وبركاته. الحمد لله الحمد لله الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد، يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. وعلى أمة محمد صلى الله عليه وسلم. ഏറ്റവും ബഹുമാനവും ആദരവും നിറഞ്ഞ ഉസ്താദന്മാരെ, എന്റെ മുമ്പിലിരിക്കുന്ന നാട്ടുകാരെ, സഹോദരൻ സഹോദരിമാരെ, ഞാൻ ഒക്കെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത് ഈ ലോകം തന്നെ പടക്കാൻ കാരണദൂതരായ അഷ്റഫുൽ ഖൽഖ് ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മദിനത്തിന്റെ ആഘോഷത്തിലാണ്. ഞാൻ ഇന്നിവിടെ ഒരുമിച്ച് കൂടിയതുപോലെ നാലവന്റെ ജന്നാത്തുൽ ഫിർദൗസ് എന്ന സ്വർഗ്ഗലോകത്തിൽ ഞങ്ങളെയും ഞങ്ങളുടെ ഉസ്താദന്മാരെയും മാതാപിതാക്കളെയും ഭക്ഷണം തന്നവരെയും സഹായിച്ച് സഹകരിച്ച എല്ലാവരെയും ഒരുമിച്ച് കൂട്ടുമാരാവട്ടെ. ആമീൻ. ഒരു ദിവസം റബീഉൽ അവ്വൽ 12-ാം ദിവസം ഹബീബ് തങ്ങൾക്ക് വല്ലാതെ രോഗം കൂടുകയാണ്. അവിടുന്ന് എല്ലാ സ്വഹാബാക്കളും
സമയത്ത് അവിടുന്ന് ഹബീബ് തങ്ങൾ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയോട് പറയുകയാണ്, കട്ടിലൊന്ന് മാറ്റാ ആയിഷ. അവിടുന്ന് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ കട്ടിൽ മാറ്റുകയാണ്. ആ സമയത്ത് ഹബീബ് തങ്ങൾ എല്ലാ സ്വഹാബാക്കളുടെയും നിസ്കാരം നോക്കുകയാണ്. എല്ലാ സ്വഹാബാക്കളും അത്തഹിയ്യാത്തിൽ എത്തിയപ്പോൾ അവിടുന്ന് ഹബീബ് തങ്ങൾ പറയുകയാണ്, കട്ടിൽ തിരിച്ചിട ആയിഷ. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ കട്ടിൽ തിരിച്ചിടുകയാണ്. ആ സമയത്ത് ഹബീബ് തങ്ങൾക്ക് വല്ലാതെ രംഗം കൂടുകയാണ്. ഒരു സൈഡില് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ ഇരുന്ന് കരയുകയാണ്. മറ്റൊരു സൈഡില് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ഇരുന്ന് കരയുകയാണ്. ആ സമയത്ത് വീടിന്റെ കവാടത്തിൽ ആരോ സലാം പറയുന്നു. അസ്സലാമു അലൈക്കും യാ അഹ്ല ബൈത്തിൻ നബുവ. ഓ അല്ലാഹുവിന്റെ പ്രവാചകന്റെ കുടുംബമേ, ഒന്ന് വാതിൽ തുറക്കൂ, വാതിൽ തുറക്കൂ. ആരോ സലാം പറയുന്നു. അവിടുന്ന് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ പറയുകയാണ്, എന്റെ ഉപ്പാക്ക് സുഖമില്ല, നിങ്ങൾ ഇന്ന് പോയിട്ട് പിന്നെ വരിക എന്ന് പറഞ്ഞപ്പോൾ അവിടുന്ന് ആ മനുഷ്യൻ അവിടുന്ന് പോവുകയാണ്. അവിടുന്ന് അല്പം സമയം കഴിഞ്ഞതിന് ശേഷം അവിടുന്ന് പിന്നെയും തിരിച്ചു വരികയാണ്. ആ സമയത്തും അവിടുന്ന് വീടിന്റെ കവാടത്തിൽ സലാം പറയുകയാണ്, അസ്സലാമു അലൈക്കും യാ അഹ്ല ബൈത്തിൻ നബുവ. ഇഫ്തഹിൽ ബാബ്. അവിടുന്ന് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ പറയുകയാണ്, എന്റെ ഉപ്പാക്ക് രോഗം കൂടിയിരിക്കുകയാണ്, നിങ്ങൾ ഇന്ന് പോയിട്ട് കുറേ ദിവസങ്ങൾ കഴിഞ്ഞതിന് ശേഷം വരിക എന്ന് പറഞ്ഞപ്പോൾ അവിടുന്ന് ആ മനുഷ്യൻ അവിടുന്ന് പോയി പിന്നെ കുറേ ദിവസങ്ങൾ കഴിഞ്ഞതിന് ശേഷം തിരിച്ചു വരികയാണ്. അപ്പോൾ വീടിന്റെ കവാടത്തിൽ സലാം പറയുകയാണ്, അസ്സലാമു അലൈക്കും യാ അഹ്ല ബൈത്തിൻ നബുവ. ഓ അല്ലാഹുവിന്റെ പ്രവാചകന്റെ കുടുംബമേ, വാതിൽ തുറക്കൂ, വാതിൽ തുറക്കൂ. ഈ സലാം അവിടുന്ന് ഹബീബ് തങ്ങൾക്ക് കേൾക്കുകയാണ്. അവിടുന്ന് ഹബീബ് തങ്ങൾ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയോട് പറയുകയാണ്, ഓ ഫാത്തിമ, നീ പോയി വാതിൽ തുറക്ക് ഫാത്തിമ. അവിടുന്ന് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ വാതിൽ തുറന്നിട്ട് ആ മനുഷ്യനെ കണ്ടിട്ട് അവിടുന്ന് ഉപ്പയോട് വന്ന് പറയുകയാണ്, ഓ ഉപ്പാ, ഈ മനുഷ്യനെ ഇതുവരെ ഈ നാട്ടിൽ കണ്ടതായി പരിചയമില്ല, ഈ നാട്ടുകാരനല്ല, കണ്ടിട്ട് വല്ലാത്ത പേടിയാകുന്നു ബാപ്പാ എന്ന് പറഞ്ഞപ്പോൾ അവിടുന്ന് ഹബീബ് തങ്ങൾ പറയുകയാണ്, നീ ആ മനുഷ്യനെ ഉള്ളിലേക്ക് വിളിക്ക്. അവിടുന്ന് ആരാണ് വീട്ടിലേക്ക് കയറി വരുന്നത്? മലക്കുൽ മൗത്ത് അസ്രായീൽ അലൈഹിസ്സലാമാണ് വീട്ടിലേക്ക് കയറി വരുന്നത്. ആ സമയത്ത് ഹബീബ് തങ്ങൾ ചോദിക്കുകയാണ്, എന്താ അസ്രായീലേ, എന്നെ കാണാൻ വേണ്ടി വന്നതാണോ, എന്നെ സന്ദർശിക്കാൻ വേണ്ടി വന്നതാണോ എന്ന് ചോദിച്ചപ്പോൾ അവിടുന്ന് അസ്രായീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറയുകയാണ്, അതേ ഹബീബ് തങ്ങളെ, ഞാൻ നിങ്ങളെ കാണാൻ വേണ്ടിയാണ് വന്നത്, നിങ്ങളുടെ അനുവാദം ഉണ്ടെങ്കിൽ നിങ്ങളുടെ റൂഹ് പിടിക്കാൻ വേണ്ടി വന്നതാണെന്ന് പറഞ്ഞപ്പോൾ അവിടുന്ന് ഹബീബ് തങ്ങൾ പറയുകയാണ്, എനിക്കൊരു ആഗ്രഹമുണ്ട്. ഇവിടുന്ന് അസ്രായീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറയുകയാണ്, ആഗ്രഹം പറഞ്ഞോളൂ. അവിടുന്ന് ഹബീബ് തങ്ങൾ പറയുകയാണ്, എനിക്കൊരു ജിബ്രീലിനെ കാണണമെന്നൊരു ആഗ്രഹമുണ്ട്. വീടിന്റെ കവാടത്തിലേക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം കടന്നു വരികയാണ്. ആ സമയത്ത് അവിടുന്ന് ഹബീബ് തങ്ങൾ ചോദിക്കുകയാണ്, എന്താ ജിബ്രീലേ, എന്റെ എല്ലാ കഷ്ടത്തിലും എന്റെ എല്ലാ ദുഃഖത്തിലും എന്റെ എല്ലാ സന്തോഷത്തിലും എന്റെ കൂടെ ഉണ്ടായിരുന്നു നീ, അവസാനം എന്നെ യാത്രയാക്കാൻ എന്താ എന്റെ കൂടെ വരാത്തത്? അപ്പോൾ അവിടുന്ന് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറയുകയാണ്, നിങ്ങളുടെ എല്ലാ കഷ്ടത്തിലും ഉണ്ടായിരുന്ന നബിയെ, നിങ്ങളുടെ എല്ലാ സന്തോഷത്തിലും നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന നബിയെ, അവസാനം നിങ്ങളുടെ ഈ കിടപ്പ് കാണാൻ എന്നെ കൊണ്ട് കഴിയില്ല നബിയെ, അതുകൊണ്ടാ വരാത്തത്. അവിടുന്ന് ഹബീബ് തങ്ങൾ പറയുകയാണ്, ഓ ജിബ്രീലേ, എനിക്ക് ഈ ലോകത്തിൽ നിന്ന് പോകുമ്പോൾ, ഈ ലോകത്തിൽ നിന്ന് ഇട പറഞ്ഞു പോകുമ്പോൾ എന്തെങ്കിലും നല്ല വാർത്ത കേട്ടുകൊണ്ട് നല്ല പുഞ്ചിരിയോടെ പോകണമെന്നൊരു ആഗ്രഹമുണ്ട്, എനിക്ക് വേണ്ടി എന്തെങ്കിലും നല്ല ഒരു കാര്യം പറയാമോ എന്ന് പറഞ്ഞപ്പോൾ അവിടുന്ന്
സമയത്ത് അവിടുന്ന് ഹബീബ് തങ്ങൾ കൈയാട്ടുകയാണ്. ആ സമയത്ത് അവിടെ നിന്ന് ആയിഷാ ബീവി റളിയല്ലാഹു അൻഹ മനസ്സിലാവുകയാണ് ഹബീബ് തങ്ങൾക്ക് ഇസ്ലാം ചെയ്യണമെന്നൊരു ആഗ്രഹമുണ്ട് എന്ന് മനസ്സിലാക്കിയ ആയിഷാ ബീവി റളിയല്ലാഹു അൻഹ ഹബീബ് തങ്ങളുടെ കൈയിലേക്ക് വിശ്വാസ് വെച്ച് കൊടുക്കുകയാണ്. ആ സമയത്ത് അവിടുന്ന് ഹബീബ് തങ്ങൾക്ക് വിശ്വാസ് ചെയ്യാൻ സാധിക്കുന്നില്ല. ആ സമയത്ത് ആയിഷാ ബീവി റളിയല്ലാഹു അൻഹ ആ മിസ്വാക്ക് എടുത്ത് ആയിഷാ ബീവി റളിയല്ലാഹു അൻഹയുടെ വായിൽ കടിച്ചിട്ട് അവിടുന്ന് ഹബീബ് തങ്ങളുടെ കൈയിലേക്ക് വെച്ച് കൊടുത്തിട്ട് അവിടുന്ന് ചെറിയ കുഞ്ഞുങ്ങൾക്ക് പല്ല് തേപ്പിച്ച് കൊടുക്കുന്നത് പോലെ അവിടുന്ന് ഹബീബ് തങ്ങൾക്ക് പല്ല് തേപ്പിച്ച് കൊടുക്കുകയാണ്. ആ സമയത്ത് അവിടുന്ന് ഹബീബ് തങ്ങൾ പറയുകയാണ് അസ്രായീലേ റൂഹ് പിടിക്കാൻ തുടങ്ങുക. അസ്രായീലേ അവിടുന്ന് അസ്രായീൽ അലൈഹിസ്സലാത്തു വസ്സലാം കാലിന്റെ അടിയിൽ നിന്ന് റൂഹ് പിടിക്കാൻ തുടങ്ങുകയാണ്. ആ സമയത്ത് ഹബീബ് തങ്ങൾ പറയുകയാണ് വല്ലാതെ വേദനയാകുന്നു അസ്രായീലേ, ഒന്ന് മെല്ലെ പിടിക്കാമോ എന്ന് ചോദിച്ചപ്പോൾ അവിടുന്ന് അസ്രായീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറയുകയാണ് ഇല്ല നബിയേ, ഞാൻ എത്രയോ പ്രവാചകന്മാരുടെ റൂഹ് പിടിച്ച കൈയാണ് നബിയേ. പ്രസവിച്ച് കഴിഞ്ഞതിന് ശേഷമുള്ള ചോരക്കുഞ്ഞിന്റെ റൂഹ് പോലും പിടിച്ച കൈയാണ് നബിയേ. അപ്പോൾ മറക്കാത്ത കൈ, എന്റെ കൈ എന്തോ വിരക്കുന്നു നബിയേ എന്ന് പറഞ്ഞപ്പോൾ അവിടുന്ന് ഹബീബ് തങ്ങൾ പറയുകയാണ് നീ റൂഹ് പിടിക്ക്. നോക്കു മനുഷ്യന്മാരെ, തമാശക്ക് പോലും കളവ് പറയാത്ത ഹബീബ് തങ്ങൾ, ഒരു തെറ്റും ചെയ്യാത്ത ഹബീബ് തങ്ങളെ മരണത്തിന്റെ വേദന കഠിനയാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നാമൊക്കെ എല്ലാ വിഷയത്തിലും കളവ് പറയുന്നവരാണ്, എല്ലാത്തിലും തെറ്റ് ചെയ്യുന്നവരാണ്. എങ്ങനെ മരണം എങ്ങനെ ഉണ്ടാകുമെന്ന് ആലോചിച്ചിട്ടുണ്ട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾ എല്ലാവരെയും മരണം നന്നാക്കി തരുമാറാവട്ടെ. ഇത്തരം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. വാഹിർ ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. Assalamu alaikum warahmatullahi wabarakatuh. Arabunara amarasura anirajam rujirankum chitrajarpacham agatottitane mahakaraga anudina gadirvadi badirvada swagamugal anudina gadirvadi badirvada swagamugal chindagar parkapatnarvi kapettara kuraysugal hagaride nagaride irararigirandam hagaride nagaride irararigirandam pattivithachi chuga pecha jagadi pidi pada pradipurna pidi pada pradipurna arabunara amarasura ari raja rujirangum chitrajirpacham agatottitane mahakaraga anudina gadirvadi badirvada swagamugal anudina gadirvadi badirvada swagamugal chindagal pattarvi kapettara kuraysugal hagaride nagaride irararigirandam hagaride nagaride irararigirandam patravithachi chuga pecha jadi pidi pada pradipurna pidi pada pradipurna hamargonda chamarane pravijamum kondum kalittitte appoltanare chitte sappode kodiragal appoltanare chitte sappode kodiragal krishna varana madide modimu adivingum pushkarathin prattidagal pokkave teli voliya manege chudarugal pala pala tane vindum hamanege chudarugal pala pala tane vindum vitte tirutri pidetri pidodarum adalam malorugal arabunara amarasura ari raja rujirangum chitrajarpacham agatottitane mahakaraga anudina gadirvadi badirvada swagamugal anudina gadirvadi badirvada swagamugal chindagal pattarvi kapettara kuraysugal hagaride nagaride irararigirandam hagaride nagaride irararigirandam patravithachi chuga pecha jadi pidi pada pradipurna
സരോവരങ്ങൾ നെട്ടപ്പെട്ട പൂർവ്വനീല ദർശകനോട് പൊന്നും സലസലസലസലകിന്നും വെട്ടിട്ട് അഷ്ടാപുരത്ത് അഷ്ടീടാടലരും മരസുണ്ടലോടു വീട വീടു വീട ചിരി ചിരിയുണ്ടും ഹരസുണ്ടലോടു വീട വീടു വീട ചിരി ചിരിയുണ്ടും പൽക്കെട്ട് ചിത്ര തിരുഷ്മിന്റെ നിലയിലെ അമരാതെ നിലയിലെ അമരാതെ ഹരപുനര അമരസുര ഹരിരാജനും ചിത്രചിർപ്പച്ചം അകത്തത്തിൽ